ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ കുളത്തുകൊരു യാത്ര പോവാണ്. അപ്പോൾ ഞാനും അല്ലും എൻ്റെ അനിയനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മൂന്നാൾക്കാരും കൂടിയിട്ടുണ്ട് പോകാൻ നിൽക്കുന്നത്. ഒരു പറമ്പൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ട്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പറമ്പുള്ളത്. അപ്പോൾ ആ പറമ്പിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് ഈ കുളമുള്ളത്. കുളത്തിന് നേരെ അപ്പുറത്തൊരു തോടുണ്ട്. നല്ല ഒഴുക്കുള്ളൊരു തോടാണ് കേട്ടോ. പിന്നെ ഈ കുളം കണ്ടാൽ മനസ്സിലാവും ഒരു തെളിയും വെച്ചിട്ടില്ലയെന്ന്. കാരണം ഉച്ചവരെ നല്ല മഴയാണ്. പോരാത്തിന് അപ്പുറത്തു കൂടെ ഒരു തോട് ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് തെളിയാനൊരു നേരം കിട്ടൂല, അതാണ് കാര്യം. എങ്ങനെ ആയാലും കുഴപ്പമില്ല, അധികം ഒന്ന് ഇറങ്ങി നോക്കുന്നമാണെന്നുള്ളതാണ് ആദ്യം പറയുന്നത്. എന്നിട്ട് പറ്റൂല. അപ്പോൾ ആദ്യം ഇറങ്ങിയത് കണ്ടിട്ട് അല്ലൂനൊന്ന് ഇറങ്ങി നോക്കണം. അപ്പോൾ കാക്കൂൻ്റെ അടുത്തേക്ക് പോകാനും വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ വിളിച്ചത്. ഉമ്മ പോവാ കാരണം അവനപ്പുറത്ത് ഇങ്ങനെ പോയി നിൽക്കല്ലേ. അല്ലു ഓനെക്കൊണ്ട് കഴിയണ മാതിരിയൊക്കെ നോക്കുന്നുണ്ട് ഇറങ്ങി പോകാൻ. കാരണം ഞാൻ പിടി വിടൂലല്ലോ. കാരണം ഓൻ ഇറങ്ങിപ്പോയാൽ എനിക്ക് നീന്താൻ അറിയില്ല. മറ്റോനാണെങ്കിൽ അപ്പുറത്ത് കരപ്പുറത്ത് കയറി കുത്തിറക്കുകയാണ്. പിന്നെ ഇപ്പോൾ കണ്ടതാണ് കേട്ടോ ഞങ്ങളെ വീട്. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നിന്നപ്പോഴാണ് ആദ്യം പറഞ്ഞത് ഇവിടെ വേറൊരു കുളം ഉണ്ടെന്ന്. പഞ്ചായത്ത് കുളം. ഞാൻ ആദ്യമൊക്കെ പോയൊരു കുളമാണ്. ഒരു വട്ടം പോയിട്ടുള്ളൂ. അതിന് ശേഷം മുങ്ങി പൊന്തിയപ്പോൾ തിരിച്ചിങ്ങോട്ട് പോന്നു. അപ്പോൾ കാക്കുനെ കണ്ടിട്ട് അല്ലു മണ്ടാണ് കേട്ടോ കാക്കൂൻ്റെ അടുത്തേക്ക്. ഓനഞ്ഞ് കൊണ്ടുപോകാതെ വെള്ളത്തിൽ ചാടുക വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി ഇവിടെ കുറച്ചൊക്കെ നടക്കണം ആ പഞ്ചായത്ത് കുളത്തേക്ക് എത്തണമെങ്കിൽ. പഞ്ചായത്ത് കുളത്തേക്ക് പോകുമ്പോൾ ഒരു പാടും ഇപ്പോൾ കണ്ട ആ തോടിൻ്റെ ബാക്കിയൊക്കെ കാണാനുണ്ട്. റോഡുമ്മ കൂടിയൊക്കെ പോകാണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പോവുകയാണ്. റോഡുമ്മക്ക് ചാടിയാൽ പിന്നെ വലിയ കുഴപ്പമില്ല. ഈ തോട് കൂടി നടക്കുമ്പോൾ കൊതുകൊക്കെ കുത്തുന്നുണ്ട്. അങ്ങനെ ഫൈനലി നമ്മൾ റോഡുമ്മലെത്തിയിട്ടാണ്. അപ്പോൾ ഈ റോഡ് അവസാനിക്കുന്നിടത്തുനിന്ന് പാടം സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. അല്ലുവിന് നടക്കുന്നതാണ് റോഡ് കണ്ടപ്പോൾ. അപ്പോൾ അങ്ങനെ നടന്ന് പോവാണ്. അല്ലു ഒറ്റടിക്ക് പാടത്തേക്ക് അങ്ങനെ എത്തുകയെന്നാണ് ആലോചിച്ചത്. അതുകൊണ്ട് മുണ്ടാണ് കേട്ടോ അവന്. അങ്ങനെ റോഡ് കഴിഞ്ഞിട്ടോ ഞങ്ങൾ പാടത്തേക്ക് എത്തി. അപ്പോൾ അവിടെ ഒരു കുട്ടി തോട്ടിൽ മീൻ പിടിച്ചാണ് ഇരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എത്തണം കിട്ടിയോന്നറിയില്ല. ഞങ്ങൾ വന്നപ്പോൾ ചൂണ്ടൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടാണ് ഞങ്ങൾ കയ്യിൽ പോകാനും വേണ്ടിയിട്ട്. ഇനി ഈ വരമ്പത്ത് കൂടി എങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളത് കയറി. ഈ തോടൊക്കെ നല്ല ഒഴുക്കുള്ള തോടാണ് കേട്ടോ. ഒലിച്ചാണ്ട് പോകും. നല്ല അത്രയ്ക്ക് ഒഴുക്കുണ്ട് തോടിന്. തോടിൻ്റെ അപ്പുറത്താണെങ്കിലും ഇപ്പുറത്താണെങ്കിലും നീണ്ട് കിടക്കുന്ന ഒരു കവുങ്ങുന്തോട്ടും വാഴത്തോട്ടമൊക്കെയാണ് കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ. പിന്നെ നമ്മൾ ഈ കാട്ടിലും ഒക്കെ ഉണ്ടാവുന്ന ഒരു തരം പൂവുണ്ടാവില്ല, ഒരു മഞ്ഞപ്പൂവ്. ആ പൂവ് കണ്ടിട്ട് ഫുള്ള് പടർന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്നായിട്ട് വിരിഞ്ഞിട്ടൊന്നുമില്ല. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഓരോ നീച്ച അങ്ങനെ വിരിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. ഒന്നായിട്ട് വരുമ്പോൾ കാണാൻ അടിപൊളിയാണ് കേട്ടോ. നല്ലൊരു കാഴ്ച തന്നെ കാരത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഞങ്ങൾ അവിടെ എത്താനായിട്ടോ. ഇവിടെ കുളത്തിൽ പഞ്ചായത്ത് കുളത്തിൻ്റെ അവിടെ എത്താനായി. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു വീടിൻ്റെ മുറ്റത്ത് കൂടെയൊക്കെ പോകണം കേട്ടോ. മുറ്റം കഴിഞ്ഞാൽ പഞ്ചായത്ത് കുളമാണ് കേട്ടോ. ഞാൻ നല്ല വെയിറ്റിങ്ങിലാണ് കേട്ടോ ആ കുളം കാണാൻ. കാരണം കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ കാണാൻ പോണത്. അപ്പോൾ നമ്മളങ്ങനെ കുളത്തിൻ്റെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കുളം. അത്രയ്ക്ക് നിറച്ച് വെള്ളമായി കിടക്കണം കേട്ടോ. അവിടെ കുട്ടികളൊക്കെ നീന്താൻ പഠിച്ചാൽ വന്നിരിക്കണം. ഓരോരുത്തരും നീന്തി പ്രാക്ടീസ് ചെയ്യാൻ കേട്ടോ. അല്ല ഇതൊക്കെ കണ്ടു പഠിച്ചോനെ. ഈ താത്താരൊക്കെ അവിടെ, ഈ കാക്കാരൊക്കെ അവിടെ ഇറങ്ങാണ്ട് നോക്കി തലക്കും കൈയെടുത്ത് ഇങ്ങനെ നോക്കിക്കണം കേട്ടോ. അപ്പോൾ ഇതിന് ഓൻ്റെ കാക്കു ഇറങ്ങലൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഓൻ്റെ കാക്കു ഞങ്ങളെ കാര്യമായിട്ട് വിളിച്ചിട്ടുണ്ടായത് ഓൻ നീന്തണം കാട്ടിത്തരാനും വേണ്ടിയിട്ടാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ നീന്താൻ അറിയാത്തതുകൊണ്ട് കരപ്പുറത്ത് കയറിക്കും. അപ്പോൾ അല്ലൂന് ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാൻ പോയപ്പോൾ അപ്പുറത്ത് കൂടി ചാല് വരുന്നുണ്ടേനി. അപ്പോൾ ആ ചാലിലൊന്ന് ഇറക്കിച്ചതാണ് കേട്ടോ. അതേ കുളത്തത്തെ വെള്ളം തന്നെയാണ് കേട്ടോ. അപ്പുറത്തൂടെ ഒരു ഓട്ടയിൽ കൂടെ പോവാണ്. അപ്പോൾ കാക്കു നീന്തലൊക്കെ തുടങ്ങി. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് അപ്പുറത്തേക്കൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ നീന്താൻ അറിയാത്തത് ഞാൻ വെള്ളത്തിൽ കാലിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ കാക്കു അവിടുന്ന് നീന്തി ഇപ്പുറത്തൊക്കെ എത്തിക്കണം കേട്ടോ. എന്നിട്ടോ എന്നോട് പറയണേ, ഞാനിതിൽ നീന്തി പോയിക്കാണ്ട് അവിടുന്ന് ഞാൻ പൂളം കുത്തി ഇവിടെ ഒന്ന് പൊന്താച്ച് അതൊന്ന് വീഡിയോ കിട്ടാമെന്നൊക്കെ പറഞ്ഞിക്കാണ്ട് പോവാണ് കേട്ടോ. എന്താണ് ആ ചിരിയൊക്കെ ചിരിച്ചിക്കാണ്ടാണോ അങ്ങനെ പോകുന്നത് കേട്ടോ. ചങ്ങായി ഞാൻ കുറേ കാത്തു നിട്ടു. എന്നിട്ട് കാണില്ലേ എവിടെയാണോ ഓനെ. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഞാൻ കരുതി അതിൻ്റെ ഉള്ളിലേറ്റേ പോയി പെട്ടെന്ന് കുറേ നേരമായി നമ്മൾ അങ്ങനെ പോസ്റ്റായി കുത്തിരിക്കണേ. അപ്പോൾ പിന്നെ നമ്മൾ പോകാൻ നിൽക്കണം കേട്ടോ. കുറേ നേരമായിട്ട് ഇവിടെ വന്ന് നിൽക്കണം. കാരണം അവിടെ ഉള്ള കുട്ടികളൊക്കെ മദ്രസ പോകാണ്ട് കണ്ട് അവരൊക്കെ ഓരോ നീന്തലും പഠിച്ച് അത്യാവശ്യമൊക്കെ നീന്തലും പഠിച്ച് ഓര് പോയിട്ടോ. എന്നിട്ട് കാക്കുന് ഇതുവരെ കയറാനായിട്ടില്ല കേട്ടോ. കാക്കു കുറേ നേരം അയക്കണ് അവിടുന്ന് കയറാൻ നോക്കണം. പിന്നെ അങ്ങോട്ട് തന്നെ ചാടുക, പിന്നെയും ഒന്ന് കയറുക, പിന്നെ അങ്ങോട്ട് തന്നെ ചാടുക. അപ്പോൾ പിന്നെ ഞങ്ങൾ പോകാൻ പറഞ്ഞാൽ കാക്കുന് ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാക്കും വന്നിട്ടോ. ഇനി ഞങ്ങൾ പോകാൻ നിൽക്കണം കേട്ടോ. അപ്പം കുളത്തിനും ടാറ്റൊക്കെ കൊടുത്ത് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. കാക്കുന് പൂതം തീർന്നിട്ടില്ല കേട്ടോ. ഇനി നേരം കിട്ടി ഇനിയും ചാടുന്നുള്ളതിലാണ് കേട്ടോ കാക്കു നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. കുറേ നേരമായില്ലേ വന്നിട്ട്. ഈ ചങ്ങായിക്ക് ഇപ്പോൾ എത്ര മീൻ കിട്ടിയാവും. കാരണം ഞങ്ങൾ പോയപ്പോൾ ഇരുത്താണ് ഈ ഇരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഉമ്മ വിളിച്ചിന് കേട്ടോ. ഞങ്ങൾ ഇതാ അവിടെ എത്തി അറിഞ്ഞുകൊണ്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയി വന്നൊരു കുളിയൊക്കെ പാസ്സാക്കിയപ്പോൾ പെരും മഴ പെയ്തിട്ടോ. അപ്പോൾ ഈ പെരും മയത്ത് നല്ല ചൂട് ചായയും കുടിച്ച് റിലാക്സ് ആവുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.